അല്ലാഹു തആലാനോട് ബന്ധം വേണ്ടേ? അതിന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല മഹബ്ബത്ത് വേണം, നല്ല ഹുബ്ബ് വേണം. ഖൽബ് ചാഞ്ഞു പോകാതിരിക്കാൻ, ചെരിഞ്ഞു പോകാതിരിക്കാൻ, അള്ളാഹുവിനോടുള്ള ബന്ധം ലെവലായി നിൽക്കാൻ തങ്ങളെ സുന്നത്തിനെ വല്ലാതെ പ്രേമിക്കണം, ഇഷ്ടപ്പെടണം. അത് ജീവിതത്തിൽ തപസ്സിരുത്തി കൊണ്ടു നടക്കണം. അത് ചെയ്യുന്നിടത്ത് വിഘ്നം വരുത്താതെ സൂക്ഷ്മത പാലിക്കണം. എന്നിട്ടോ തങ്ങളെ മധുഹും മഹബത്തും നമ്മുടെ ഇരുത്തത്തിലും കിടത്തത്തിലും മനസ്സിലുമൊക്കെ രൂപപ്പെടുത്തണം. തങ്ങളുടെ ഒരു സുന്നത്ത് നമ്മൾ ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ്, അതൊരു പ്രവർത്തനത്തിനൊരു കൂലിക്ക് വേണ്ടി മാത്രമാക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു സന്തോഷമാകണം ആ ചെയ്യുന്നത്. നമ്മളൊരു പതിവ് അങ്ങനെയാകണം. അതില്ലാതെ നമുക്ക് പറ്റൂല എന്നൊരവസ്ഥയിലേക്ക് വരണം. അപ്പോഴാണ് സത്യത്തിൽ നമ്മുടെ ഖൽബിൽ അത് വല്ലാതെ സ്ഥാനം പിടിച്ചത്. ഇവിടെയാണ് മഹാന്മാര് ഏതെങ്കിലും ഒരു സുന്നത്തിന് കുറവ് സംഭവിക്കുമ്പോഴേക്ക് അവര് വേദന വരുന്നത്, ബേജാറ് വരുന്നത്, അത് മൊത്തം സ്വീകരിക്കാതെ പോകുമോ എന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്നത്. അതവരെ ഖൽബിൽ അത്രത്തോളം ആ സുന്നത്തിനോട് ഹുബ്ബുള്ളത് കൊണ്ടാണ്. ഖൽബിൽ കൊടുക്കേണ്ട വലിയ മഹബത്ത്, അള്ളാഹിനോടുള്ള മഹബത്ത് നിലനിന്ന് കിട്ടണോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് വേണം. ആ ഹുബ്ബിന്റെ ഏറ്റവും വലിയ അടിയാധാരം തങ്ങളെ പ്രകീർത്തിക്കലും മദ്ഹ് പറയലും സ്വലാത്ത് പറയലും അതോടൊപ്പം തന്നെ അവിടുത്തെ ഇത്തിബാ ചെയ്യലുമാണ്. തങ്ങളെ ഇത്തിബാ ചെയ്യുന്നതിൽ നിന്ന് പിറകോട്ട് പോകരുത്. കഴിവിന്റെ പരമാവധി മുൻപന്തിയിൽ നിൽക്കണം. ഒരു കാലത്തിനനുസരിച്ചോ മറ്റോ നമ്മൾ കോലം കെട്ടാതിരിക്കാനുള്ള വഴിയും അതാണ്. എന്നും മാറിപ്പോകാതിരിക്കാനുള്ള വഴി അതാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ വിദേശത്തോ സ്വദേശത്തോ ഏറ്റവും വലിയ ഒരു സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾ കയറിയെന്ന് കൂട്ടിക്കോളൂ. വലിയ സ്റ്റാർ ഹോട്ടലാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു ദിവസം അവിടെ വരുമാനം വരുന്നത്. VVIPകളാണ് അതിന്റെ ഉള്ളിൽ ഭക്ഷണത്തിന് വരുന്നത്. നിങ്ങൾ കയറി നോക്കുമ്പോ ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ സുന്നത്തിൽ നിന്ന് എത്രയോ ബഹുദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ സുന്നത്ത് സൂക്ഷിക്കാൻ പറ്റുമോ? നിങ്ങൾ വേറിട്ട വ്യക്തിത്വമാ. കയറി നോക്കുമ്പോ എല്ലാവരും വികലാംഗരെ പോലെയാ ഭക്ഷണം കഴിക്കുന്നത്. രണ്ട് കൈ കൊണ്ടും എന്തൊക്കെയോ കോല് കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് മറിച്ചതൊക്കെയാ ഭക്ഷണം കഴിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ഭക്ഷണം കഴിച്ചതുപോലെ കയ്യും കൈകി വൃത്തിയാക്കി ഒന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങളൊരു പയഞ്ചൻ എന്ന അർത്ഥത്തിൽ നോക്കി ചിരിക്കുന്നവരുണ്ടാകും. നിങ്ങളെ മനസ്സിലുണ്ടാകേണ്ടത് സന്തോഷമാണ്. ഇക്കാണുന്ന 150 ചെയറുകൾക്കിടയിൽ ഒന്ന് കൈ കൈകിയിട്ട് സുന്നത്തിയതാ